ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് RBI. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള കുത്തകാവകാശം RBIക്ക് മാത്രമേ ഉള്ളൂ. RBIക്ക് പ്രധാനമായും 3 ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. 1 ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്, 2 ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ്, 3 സെൻട്രൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ പ്രധാനമായും 3 ഡിപ്പാർട്ട്മെന്റുകളാണ് RBIക്കുള്ളത്. അതിലൊന്നാമത്തേതായ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റിൽ 4 സബ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. 1 പബ്ലിക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, 2 പബ്ലിക് ഡെപ്റ്റ് ഓഫീസ്, 3 ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, 4 സെക്യൂരിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തേതായ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. RBI കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനമായും 2 സ്ഥാപനങ്ങളിലൂടെയാണ്. 1 SPM-CIL, 2 BRBL-MPL. അതിലൊന്നാമത്തേതായ SPM-CIL സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് കോയിൻ പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രധാനമായും മുംബൈ, നോയിഡ, ഹൈദരാബാദ് ഇവിടങ്ങളിലാണ് ഈ സ്ഥാപനം മുഖേന കോയിൻ പ്രൊഡക്ഷൻ നടത്തുന്നത്. രണ്ടാമത്തേത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, BRBL-MPL എന്നറിയപ്പെടുന്നു. ഈ സ്ഥാപനത്തിന് പ്രിന്റിംഗ് പ്രസ്സുകളുണ്ട്. പ്രധാനമായും നാസിക്, ദേവാസ്, മൈസൂർ എന്നിവിടങ്ങളിലാണ് പ്രിന്റിംഗ് പ്രസ്സുകൾ ഉള്ളത്. ഈ പ്രസ്സുകൾ മുഖാന്തരമാണ് ഇന്ത്യയിൽ ഉടനീളം കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് കറൻസി നോട്ട്. കറൻസി നോട്ടുകളുടെ സൈലന്റ് ഫീച്ചേഴ്സ്. ഒന്നാമത്തേത് നെയിം ഓഫ് ഇഷ്യൂർ. ആരാണ് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്? കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള മോണോപ്പൊളി RBIക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ RBI എന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കറൻസി നോട്ടുകളുടെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേത് ഗ്യാരണ്ടി ക്ലോസ്. അതായത് ഈ കറൻസി നോട്ടുകൾക്കെല്ലാം ഗ്യാരണ്ടി നൽകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ന ഗ്യാരണ്ടി ക്ലോസ് എല്ലാ കറൻസി നോട്ടുകളിലും ഉൾപ്പെടുന്നു. മൂന്നാമത്തേത് പ്രൊമിസറി ക്ലോസ്. അതായത് ഈ കറൻസി നോട്ടുകളിൽ പറഞ്ഞ പ്രകാരമുള്ള തുക വേറൊക്കെ നൽകിക്കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്യുന്ന ഒരു പ്രൊമിസറി ക്ലോസ് കറൻസി നോട്ടുകളിൽ ഉൾപ്പെടുന്നുണ്ട്. നാലാമത്തേത് സിഗ്നേച്ചർ ഓഫ് ഇഷ്യൂ. ആരാണ്, ഏത് RBI ഗവർണറാണ് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്തതെന്ന് കറൻസി നോട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാലാമത്തേത് നമ്പർ പാനൽ. ഓരോ കറൻസി നോട്ടുകൾക്കും ഒരു യൂണീക് നമ്പർ പാനലുകളുണ്ട്. ആ നമ്പറുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊരു 6 ഡിജിറ്റ് കോഡാണ്. നാലാമത്തേത് ഡിനോമിനേഷൻ. കറൻസി നോട്ടുകളുടെ വാല്യൂ എന്താണെന്ന് അതിന്റെ ഡിനോമിനേഷൻ ന്യൂമറിക്കലായി ഓരോ കറൻസി നോട്ടുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറാമത്തേത് പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. സാധാരണയായി ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് മഹാത്മാഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകളാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഒരു പോർട്രേറ്റ് എല്ലാ കറൻസി നോട്ടുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തേത് ഓരോ കറൻസി നോട്ടുകളിലും 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15 ഷെഡ്യൂൾഡ് ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കറൻസി നോട്ടുകളും അവയുടെ കളറും അവ ഉൾക്കൊള്ളുന്ന പിക്ചറുകളും അവയുടെ ലോഗോയും. ആദ്യത്തേത് 2000 നോട്ട്. അതിന്റെ കളറ് പിങ്ക്, പിക്ചർ മംഗൾയാൻ, ലോഗോ സ്വച്ഛ് ഭാരത്. 500 കളറ് ഗ്രീൻ, പിക്ചർ ചെങ്കോട്ട. 200ന്റെ നോട്ട് കളർ യെല്ലോ, പിക്ചർ സാഞ്ചി. 100ന്റെ നോട്ട് കളർ ബ്ലൂ, പിക്ചർ റാണി കി വാവ്. 50ന്റെ നോട്ട് കളർ ഫ്ലൂറസെന്റ് ബ്ലൂ, പിക്ചർ ഹംപി വിത്ത് ചാരിയോട്ട്. ഇനി 20ന്റെ നോട്ടിന്റെ കളർ എന്താണ്, അതിന്റെ പിക്ചർ എന്താണ്? 10ന്റെ നോട്ടിന്റെ കളർ എന്താണ്, അതിലുള്ള പിക്ചർ ഏതാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള മോണോപ്പൊളി RBIക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കറൻസി നോട്ടുകളുടെ മൂല്യം നിർത്തലാക്കാനുള്ള അധികാരവും RBIക്ക് മാത്രമേ ഉള്ളൂ. RBI പലതവണ
RBI ഡിമോണിറ്റൈസേഷൻ പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അടുത്തിടെ പ്രധാനമായും 2 ഡിമോണിറ്റൈസേഷനുകളാണ് RBI പ്രഖ്യാപിച്ചത്. 2016 നവംബർ 8-ന് അന്ന് നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി സീരീസിലുള്ള 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകളുടെ ഡിമോണിറ്റൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തു. കൂടാതെ പുതുതായി 500 രൂപയുടെയും 2000 രൂപയുടെയും ഇഷ്യൂ അനൗൺസ് ചെയ്യപ്പെട്ടു. അന്ന് നിലയിൽ വന്ന 2000 രൂപ നോട്ടുകൾ അവയുടെ പ്രിന്റിങ് 2019 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2000 രൂപ നോട്ടുകളുടെ പ്രിന്റിംഗ് ഒന്നും RBI നടത്തിയിട്ടില്ല. നിലവിലെ 2000 രൂപ നോട്ടുകളും RBI ഡിമോണിറ്റൈസേഷൻ നടത്തി. ഇവ 2023 സെപ്റ്റംബർ 30 വരെ അക്കൗണ്ടുകളിൽ കൂടി മാറ്റി വാങ്ങാവുന്നതാണ്. അടുത്തത് ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് RBI. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്സിഡറിയാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ RBIയുമായി ചേർന്ന് 1960 ജൂലൈയിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന് രൂപം നൽകി. RBI 1971 ജനുവരി 14-ന് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനും രൂപം നൽകി. മേൽപ്പറഞ്ഞ ഈ 2 ഓർഗനൈസേഷനുകളും കൂടി മെർജ് ചെയ്ത് 1978 ജൂലൈ 15-ന് DICGCക്ക് രൂപം നൽകി. ഈ DICGCയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 കോടിയാണ്. ഇത് പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് RBI ആണ്. ഈ DICGCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആണ്. ഇത് 2020 ഫെബ്രുവരി 4-ന് അമെൻഡ് ചെയ്തു. അതുവരെ 1 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റുകൾക്കാണ് ഇൻഷുറൻസ് നൽകിയിരുന്നത്. അതിനുശേഷം 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റുകൾക്ക് RBI ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ബാങ്കിങ് സ്ഥാപനം വൈൻഡപ്പ് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സിന് മാക്സിമം 5 ലക്ഷം വരെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഈ സ്ഥാപനം നൽകുന്നതാണ്. അടുത്തത് BRBNMPL. ഇതും RBIയുടെ ഒരു സബ്സിഡറി ആണ്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. അതായത് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്തത് റിബിറ്റ് റിസർവ് ബാങ്ക് ഇൻഫോർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്, NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ലിമിറ്റഡ്. ഇവയൊക്കെ RBIയുടെ സബ്സിഡറി. RBI ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് എക്സിം ബാങ്ക്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, DFHI ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. ഇത് 1988-ലാണ്. ഇവയൊക്കെ RBIയുടെ ഇനീഷ്യേറ്റീവ് മൂലം ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിസർച്ച് ആൻഡ് ലേണിംഗ് അണ്ടർ RBI. ഒന്നാമത്തേത് NIBM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. ഇത് പൂനെയിലാണ് ഇതിന്റെ ആസ്ഥാനം. 1969-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് IGIDR ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ച്. മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം. 1987-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് IDRVT ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ഇത് ഹൈദരാബാദിന്റെ ആസ്ഥാനം. 1966-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് CAFRAL സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ റിസർച്ച് ആൻഡ് ലേണിംഗ്. മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം. 2011-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBI ആക്ടില് പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്നതുമായ സെക്ഷൻസ് ആണ് സെക്ഷൻ 20. സെക്ഷൻ 20-ലാണ് RBI എന്നത് ബാങ്കർ ടു ദ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിന്റെ ബാങ്കർ ആണ് RBI എന്ന് പരാമർശിക്കുന്നത് RBI ആക്ടിന്റെ സെക്ഷൻ 20-ലാണ്. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 22. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള മോണോപ്പൊളി RBIക്ക് മാത്രം നൽകുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 22. അടുത്ത സെക്ഷൻ 42. സെക്ഷൻ 42-ലാണ് ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ച് പരാമർശിക്കുന്നത്. സെക്ഷൻ 49-ല് ബാങ്ക് റേറ്റിനെ കുറിച്ചും പരാമർശിക്കുന്നു. അപ്പൊ ഈ
ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്, ബാങ്ക് റേറ്റ് എന്താണ് എന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് കടക്കുക. RBI ആക്ട് പലതവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട അമെൻമെന്റുകളാണ് 1953 അതായത് കോട്ടേജ് ഇൻഡസ്ട്രിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 1953 RBI ആക്ട് അമെൻഡ് ചെയ്തു. പിന്നീട് 1957 അമെൻമെന്റ് നടന്നത്. അതായത് അതുവരെ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റത്തിലാണ് RBI കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്തിരുന്നത്. അതിൽ നിന്നും മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു മാറ്റം കൊണ്ടുവന്ന് 1957 അമെൻമെന്റിലൂടെയാണ്. പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്താണ്, മിനിമം റിസർവ് സിസ്റ്റം എന്താണ് എന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് കടക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.